വിമർശനത്തിനുള്ള സമയമോ എന്താണ് ചോദ്യം? ആന്റോ കാസ്ട്രോ. ഒരിക്കലുമല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു രാജ്യം ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ അധ്യക്ഷൻ ഇതുപോലൊരു സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ പ്രസംഗിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു സംവിധാനമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണ്, ഒരിക്കലും ഒരു സമ്മർദ്ദത്തിലാക്കാൻ പാടില്ല, ഒരു ഭരണാധികാരിനെ സമ്മർദ്ദത്തിലാക്കാൻ പാടില്ല. അതെന്തുകൊണ്ടാണ് സമ്മർദ്ദത്തിലാക്കാൻ പാടില്ല? കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന നരേന്ദ്രമോദി ഇന്ത്യയുടെ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് മാറി നിൽക്കുകയാണ്. അദ്ദേഹം എന്താണ് പറയുന്നത്, നിങ്ങൾക്ക് എന്ത് തീരുമാനം എടുക്കാം, നിങ്ങൾക്ക് ഏത് സമയത്തും എങ്ങനെയും തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞ് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട സേനയെ ഏൽപ്പിച്ചതിന് ശേഷം മാറി നിൽക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ അധ്യക്ഷൻ വന്നിട്ട് പറയുകയാണ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയേണ്ട സമയമാണോ ഇത്? എന്ത് മോശമായ മെസ്സേജാണ് ശരിക്കും കോൺഗ്രസ്സിന്. കോൺഗ്രസ്സിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. കാരണം എന്ന് പറയുന്നത്, അവർക്ക് എന്താണ് റിയൽ ടൈം പൊളിറ്റിക്സ്, ഈ സമയത്ത് എന്ത് പൊളിറ്റിക്സ് പറയണം, ഏത് ശൈലിയിൽ പൊളിറ്റിക്സ് പറയണം എന്നുള്ളതൊന്നും ഈ പറയുന്ന അധ്യക്ഷൻ അറിയില്ലാഞ്ഞിട്ടാണോ? അത് മനസ്സിലാക്കി രാഹുൽ ഗാന്ധി മനസ്സിലാക്കി, രാഹുൽ ഗാന്ധി മനസ്സിലാക്കുന്ന പോലെ തിരുത്തുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ലല്ലോ. അങ്ങനെ ഒരു പിഴവ് ഈ പറയുന്ന അധ്യക്ഷൻ്റെ ഭാഗത്ത് ഉണ്ടാക്കാൻ പാടില്ല. മല്ലികാർജ്ജുന ഖാർഗെയുടെ ഭാഗത്ത് അങ്ങനെ ഒരു പിഴവ് ഉണ്ടാകാനേ പാടില്ല എന്നുള്ളതാണ്. നമുക്ക് ആർക്കാണ് അറിയില്ലാത്തത്? ഈ പറയുന്ന പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കില്ല എന്നുള്ളത് അത് അറിയില്ലാത്ത ആൾക്കാരാണോ കോൺഗ്രസ്സുകാർ? അല്ലെങ്കിൽ ഈ പറയുന്ന മല്ലികാർജ്ജുന ഖാർഗെ അറിയില്ലാത്ത ആളാണോ? ഞാൻ വിചാരിക്കുന്നില്ല ഒരിക്കലും ഈ ഇന്ത്യയിലുള്ള കോൺഗ്രസ്സുകാരുടെ ഒരാളുടെ പോലും അഭിപ്രായമല്ല ഇന്ന് ഈ പറഞ്ഞ മല്ലികാർജ്ജുന ഖാർഗെ റാഞ്ചിയിൽ പറഞ്ഞെന്നുള്ളതാണ്. ഒരാൾ പോലും അങ്ങനെ വിചാരിക്കുന്നില്ല, ഇങ്ങനെ ഒരു പ്രസ്താവന ഇപ്പം നടത്തണമെന്ന് ഇന്ത്യയിലുള്ള ഒരു കോൺഗ്രസ്സുകാരും വിചാരിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്കെട്ടായി നിന്ന് ഒറ്റ മെസ്സേജ് ലോകത്തിന് കൊടുക്കേണ്ട സമയമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അമേരിക്കയും റഷ്യയും അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഇന്ത്യനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെന്താ പറയുന്നത്, ഇന്ത്യക്ക് ഏത് നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ സംവിധാനത്തിൻ്റെ അകത്ത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടി പറയുന്നത് എന്താണ്, ഇങ്ങനെ വിമർശിക്കുകയാണ്, സർക്കാരിനെ വിമർശിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. വിമർശിക്കാം, നിങ്ങൾക്ക് അതിൻ്റെ കാലവും സംവിധാനങ്ങളൊക്കെ വരും, ആ സമയത്ത് നിങ്ങൾ വിമർശിക്കാം. ഈ സമയം എന്ന് പറയുന്നത് അതിനൊരിക്കലും യോജിച്ച സമയമല്ല എന്നുള്ളതാണ്. ഞാൻ അരുൺ സാർ നേരത്തെ പറഞ്ഞതുപോലെയാണ്, എത്ര കൂളായിട്ടാണ് പ്രധാനമന്ത്രി ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ആ കൂളായി കൈകാര്യം ചെയ്യുന്നതിന് കാരണം എന്താണ്, ഇന്ത്യക്ക് അതിനുള്ള ശേഷിയുണ്ട്, ഇന്ത്യത്തെ സൈന്യത്തിന് അതിന് ശേഷിയുണ്ട്. ഏത് സമയത്തും തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഒരു വാക്കിൻ്റെ ആവശ്യം പോലും സൈന്യത്തിനില്ല, കാരണം അത് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അവരുടേതായ സമയമെടുത്ത് അവർ അതിൻ്റെ ശൈലി മനസ്സിലാക്കി, ഏത് സമയത്താണ് തിരിച്ചടിക്കേണ്ടത്, എവിടെയാണ് അടിക്കേണ്ടത്, ആരൊക്കെയാണ് അടിക്കേണ്ടത് എന്നൊക്കെ കൃത്യമായി കണ്ടെത്തി അത് ചെയ്യാനുള്ള പ്രാപ്തി ഇന്ത്യ സൈന്യത്തിനുണ്ട്. ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഈ സൈന്യം ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കാത്ത ഒരു പ്രതിപക്ഷ പാർട്ടിയായി കോൺഗ്രസ് മാറി എന്നുള്ളതാണ്. ഞാൻ വിചാരിക്കുന്നില്ല ഇത് കോൺഗ്രസിൻ്റെ മാത്രം അഭിപ്രായം എന്നുള്ളത്, അത് മല്ലികാർജ്ജുന ഖാർഗെയുടെ മാത്രം അഭിപ്രായമായിട്ട് തന്നെ കണ്ടാൽ മതി. കാരണം അദ്ദേഹത്തിന് അവിടെ ഒരു ഓളം കണ്ടപ്പോൾ അദ്ദേഹം പ്രസംഗിച്ച് പോയതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഈ സമയത്ത് നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട സ്ഥലമാണത്, അവരുടെ തെറ്റും പിഴവുകളും ചെയ്യേണ്ട സമയമാണത്. ഉണ്ണിസാർ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭീകര സംഘടന എപ്പോഴും അവർ ഭീകര സംഘടന എന്ന് പറയുന്നത് ഭീരുക്കളാണ്. അവർ എപ്പോഴും എന്താണ്, പാവങ്ങളെയും സാധാരണക്കാരെയും കൊന്നൊടുക്കിയിട്ടാണ് ഈ പറയുന്നത് അവരെ വീര്യം കാണിക്കാറ്. ഒരിക്കലും അവരെന്ത് ചെയ്യില്ല, അവർ വലിയ രീതിയിൽ ശക്തമായി യുദ്ധം ചെയ്തിട്ടല്ല അവർ വിജയിക്കുന്നത്. അവർ ഏത് സമയത്തും ചെയ്യുന്നത് ആരും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത്, ആരും ചിന്തിക്കാത്ത സ്ഥലത്താണ് അവർ ഭീകരാക്രമണം നടത്താറ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിൽ വീഴ്ചയുണ്ടായി എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ വീഴ്ചയുണ്ടാകുക എന്ന് പറയുന്നത് ഏത് സ്ഥലത്തും എപ്പോഴും സംഭവിച്ചുകൂടെ? പല സ്ഥലങ്ങളും അങ്ങനെയാണല്ലോ സംഭവിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഒസാമ ബിൻ ലാദനെ അമേരിക്ക പിടിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. ലോകത്തിന് മുഴുവൻ അറിയാം ഈ ടെററിസം വളർത്തുന്നത് പാകിസ്ഥാനാണെന്ന്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും ഈ പറയുന്ന ടെററിസം വളർത്തുന്ന സംവിധാനത്തിൽ നിന്ന് പാകിസ്ഥാൻ മാറണമെന്നും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യക്ക് വീഴ്ച പറ്റി, ഇന്ത്യയുടെ സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണ സംവിധാനങ്ങൾക്ക് വീഴ്ച പറ്റി എന്നുള്ളത് ഇന്ത്യയുടെ പ്രതിപക്ഷ പാർട്ടി പറയുക എന്നുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ചർച്ച ചെയ്യുന്നത് പാകിസ്ഥാനിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്ത്യ ചർച്ച ചെയ്യും. ഇപ്പോൾ അവർ വിഘടിക്കുന്നത് നമ്മൾ ചർച്ച ചെയ്യും, അവിടുത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും, അവിടെ എന്തൊക്കെയാണ് ഇഷ്യൂസ് ചർച്ച ചെയ്യും, അവരുടെ പാകിസ്ഥാൻ്റെ ആർമിയുടെ വലിപ്പം നമ്മൾ ചർച്ച ചെയ്യും, എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യും. അതുപോലെ തന്നെ പാകിസ്ഥാൻ ചർച്ച ചെയ്യുന്ന ഇന്ത്യയുടെ അവസ്ഥയാണ്. ഇന്ത്യയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടി എങ്ങനെയാണ് പെരുമാറുന്നത്, കോൺഫിഡൻസ് ആണ്. അപ്പോൾ ആ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി അവർക്ക് ചർച്ച ചെയ്യാനുള്ളൊരു ഇടം ഈ ഇന്ത്യയുടെ പ്രതിപക്ഷ പാർട്ടി ഉണ്ടാക്കി എന്നുള്ളത് വളരെ മോശമായി പോയി എന്നുള്ളതാണ് ഞാൻ പറയേണ്ടത്. എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്, ഈ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരെല്ലാം ഒത്തുചേർന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കന്മാർ ഒത്തുചേർന്ന് ശക്തമായ പിന്തുണ ഇനിയും കോൺഗ്രസ് ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്കും ഇന്ത്യയുടെ ഭരണകൂടത്തിനും കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ നടത്തുന്ന ഇന്ത്യയുടെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ്. നല്ല രീതിയിൽ തിരിച്ചടിക്കാനുള്ള കഴിവ് ഇന്ത്യൻ സേനയ്ക്കുണ്ട്. നല്ല രീതിയിൽ അവർ തിരിച്ചടിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസവും. Meet the
editors.